രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ വെച്ച് ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഒരു വഴക്കുണ്ടായി. കാരണം വേറുമൊന്നല്ല, കിച്ചൺ ടീമിലായിരുന്നു ജിൻഡോയും ജാസ്മിനും. അപ്പോൾ ഇന്നലത്തെ കറികളൊക്കെ ശ്രീതുവും അർജുനും ഒക്കെ കൂടി ചൂടാക്കിയെന്നു. കൃത്യമായി ചൂടാവാത്തത് കൊണ്ട് ജാസ്മിൻ വന്ന് ജിൻഡോയെ ചോദ്യം ചെയ്തു. അത് കണ്ടതുകൊണ്ടാണ് ജിൻഡോ അതിൽ കൂടുതൽ ഇടപെടാതിരുന്നത്. അതിന് ജാസ്മിൻ ചോദ്യം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ആരാ, താൻ കിച്ചൺ ടീമിലല്ലേ, താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിൻഡോ ഒരു ആൻസർ പറഞ്ഞു, ഞാൻ ജിൻഡോ. വീണ്ടും ജാസ്മിൻ ചോദിക്കുമ്പോൾ താൻ ആരാടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജിൻഡോ എന്ന് പറഞ്ഞതൊക്കെ ഒരു നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. അതിന് ജാസ്മിൻ മറുപടി കൊടുത്തത് നല്ല രസമുണ്ടായിരുന്നു. താൻ ജിൻഡോ ആണെന്ന് എനിക്കറിയാം, അല്ലാതെ രമണിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ജാസ്മിൻ കുറച്ച് എടാ പോടാ വിളിയൊക്കെ കുറച്ചിട്ടുണ്ട്. അത് ജാസ്മിന്റെ ഉപ്പ വന്നതിന് ശേഷം ജാസ്മിന് കുറച്ച് ഉപദേശം കൊടുത്തായിരുന്നല്ലോ. അതിനുശേഷം ജാസ്മിൻ ഈ വിളിയൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത സിജോ ക്യാപ്റ്റന്റെ അധികാരം ഏറ്റെടുത്തു. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. സിജോയ്ക്ക് നോമിനേഷൻ ഫ്രീ ആകാൻ സാധിക്കില്ല. ഇനി 3 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഫിനാലേക്ക്. അതുകൊണ്ടാണ് നോമിനേഷൻ പ്രോസസ് നിന്ന് സിജോയെ ഒഴിവാക്കാത്തത്. അടുത്ത നോമിനേഷൻ പ്രോസസ്സായിരുന്നു. ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന് 3 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഒന്ന് സിജോ, ഒന്ന് അർജുൻ, ഒന്ന് ജിൻഡോ. ഈ 3 പേരും ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രോസസ്സിലില്ല. നോമിനേഷൻ പ്രോസസ്സിൽ വന്നവർ ഒന്ന് നന്ദന, കുറച്ചു കാലമായി നോമിനേഷൻ പ്രോസസ്സിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് നന്ദന. മറ്റൊന്ന് നോറയാണ്. പിന്നെ സായിയുണ്ട്, അതേപോലെ ഋഷിയുണ്ട്. അതോടൊപ്പം തന്നെ ജാസ്മിനും അഭിഷേകും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ശ്രീതുമുണ്ട്. അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരു നോമിനേഷൻ പ്രോസസ്സായിരുന്നു. ഈ ആഴ്ച ആര് പുറത്തു പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നടത്തിയ കമ്മ്യൂണിറ്റി പോളുകളിൽ ഏറ്റവും കുറവ് പ്രേക്ഷക പിന്തുണ കാണപ്പെട്ടുള്ളത് സായിക്കാണ്. അതിന് തൊട്ട് മുന്നിലായിട്ട് നോറയുണ്ട്. ഇതിൽ 2 പേരിൽ ഒരാളായിരിക്കാം ഈ ആഴ്ച ബിഗ് ബോസ് സീസൺ 6 നിന്നും പുറത്തു പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദയവ് ചെയ്ത് കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത ജോജു ജോർജ് സംവിധാനം ചെയ്യുന്ന പണി എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ ഉദ്ഘാടനം ചെയ്തതിനായി ജോജു ജോർജും ജുനൈസും സാഗറും ബിഗ് ബോസ് വീട്ടിലെത്തി. ജിൻഡോ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയിൽ ജിൻഡോ ഒരു വേഷം ചെയ്യുമായിരുന്നു എന്ന് ജോജു ജോർജ് പറയുകയുണ്ടായി. കഴിഞ്ഞ സീസണിൽ ജുനൈസും സാഗറും നടത്തിയ പ്രവൃത്തികൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഈ സ്ക്രിപ്റ്റിന്റെ വിജയത്തിന് വലിയൊരു കാരണമാണെന്ന് കൂടി ജോജു പറയുകയുണ്ടായി. ജിൻഡോയ്ക്കും ജോജു ജോർജിനും പുറത്തു വെച്ച് മുൻകൂട്ടി അറിയുമായിരുന്നു. ജോജു ജോർജിനെ ജിം ട്രെയിൻ ചെയ്തത് ജിൻഡോ ആണ്. ജിൻഡോയെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് ജോജു പറഞ്ഞത്. ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി ജിൻഡോ പരിശ്രമിച്ച ശ്രമങ്ങളെക്കുറിച്ചും ആ ശ്രമങ്ങളെ കിടപിടിച്ചുകൊണ്ട് ജിൻഡോ ഇവിടം വരെ എത്തി എന്നൊക്കെ ജോർജു പറയുകയുണ്ടായി. അതേപോലെ ജുനൈസിനെയും സാഗറിനെയും വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ വെച്ചത് കണ്ട് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ തോറ്റവരല്ല, ജയിച്ചവരാണ് എന്നാണ് അവർ 2 പേരും പറഞ്ഞത്. അതേപോലെ പണി എന്ന സിനിമയിലെ നായിക അഭിനയാണ് വളരെയധികം ഒരു ഇൻസ്പിറേഷനായ ഒരു വ്യക്തി. കാരണം അവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഈ പോരായ്മയൊക്കെ കവച്ചു വെച്ചുകൊണ്ടുള്ള വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നായികയാണ്, അല്ല ഒരു അഭിനേതാവാണ് അഭിനയ എന്നാണ് ജോജു പറഞ്ഞത്. മറ്റു ഭാഷാ ചിത്രങ്ങൾ ഏകദേശം 57ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇത് 3-മത്തെയോ 4-മത്തെയോ പടമാണ്. ഇതൊരു തുടക്കമാവട്ടെ അഭിനയക്ക് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ. ആ മികച്ച അഭിനേത്രിക്ക് ETA ചാനലിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ സ്ക്രീൻ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. നല്ല കോമഡി ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയായിരുന്നു എപ്പിസോഡ് വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.